ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ട് ബാക്കി പച്ചമുളകും വെളുത്തുള്ളിയും ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കിയാലോ. ഇഞ്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ, ഇഞ്ചിയുടെ ടേസ്റ്റ് ഇല്ലാത്തവർക്ക് ഏറ്റവും നന്നായി ഇഷ്ടപ്പെടുന്നൊരു കറി കൂടിയാണിത്. അപ്പോൾ നമ്മളിതിൽ വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവൻ പച്ചമുളകാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പച്ചമുളകിൻ്റെ എല്ലാ ഭാഗവും ചെറുതായിട്ടൊന്ന് കീറിയെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ കീറിയെടുത്തിട്ട് വരാം. നമ്മളിത് മുഴുവൻ കീറിയെടുത്തിട്ടുണ്ട്. ഇഞ്ചി നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ച് വെക്കണം. ശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം. ചട്ടി വെച്ചിട്ട് വെള്ളം നന്നായി ഒക്കെ വറ്റിപ്പോട്ടെ. ചട്ടി ചൂടായിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാതും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് വെളിച്ചെണ്ണയിലൊന്ന് വാടട്ടെ. അപ്പോഴേക്കും നമുക്കത് കിടന്ന് വാടുമ്പോഴേക്കും നമുക്ക് പുളി പിഴിഞ്ഞെടുത്തിട്ട് വരാം. ഇത് ഏകദേശം ഒരു 100 ഗ്രാമോളം പുളി ഉണ്ടായിരിക്കും. അത് പിഴിഞ്ഞ് നമ്മൾ അരിച്ചെടുക്കല്ലേ, പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ നാരും കാര്യങ്ങളൊക്കെ കറിയിലേക്ക് വരുമ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്കിത് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് വരാം. 2-3 വട്ടം നന്നായി പിഴിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി വെട്ടി തിളക്കട്ടെ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ സാധനം, ആ പുളി കുറച്ചും കൂടി വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക കേട്ടോ. നല്ല ലൂസായിട്ട് നമുക്ക് എടുത്ത് വെക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കുറച്ച് പൊടികൾ ചേർക്കാണ്ട്, അപ്പോൾ ഇതാണ്ട് കുറുക്കും. എന്നിട്ട് ആവശ്യത്തിന് 1 സ്പൂണ് 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വെട്ടി തിളപ്പിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുളകും വെളുത്തുള്ളി നന്നായി വേവണം. അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ അരിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂണ് ഉലുവ, അതുപോലെ നല്ല ജീരകം, ഇത് 3 ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കാം. ഒരു യെല്ലോ കളറ്. ഇത് കായമാണ് കേട്ടോ. നമ്മൾ കായവും കായം വറക്കുന്നതിൽ ചേർക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളെ വയറ്റിലുള്ള ഗ്യാസ് പോകാനും എല്ലാത്തിനും കായ, ഉലുവ, നല്ല ജീരകം ഒക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളെ വയറ്റിലുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ പോകാനും എല്ലാത്തിനും നല്ലൊരു ഇതാണിത് കേട്ടോ. അപ്പോൾ നമ്മളത് ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നന്നായി വറ്റി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലോട്ട് ആവശ്യമുള്ള ശർക്കര തിളപ്പിക്കാം. നമുക്കിതിലേക്കൊരു 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി കുറച്ചധികം വെള്ളം വെക്കണം. കാരണം എന്താ വെച്ചാൽ അതിൽ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം വെള്ളം വെച്ചിട്ട് ഇതിനെ വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഇത്രയും ഇതായിട്ട് പൊടിച്ച് വരണം. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതിലേക്ക് നമുക്കിത് ശർക്കര ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി കറിനെ ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മളെ വെളുത്തുള്ളി ഇതൊക്കെ അതിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണം നമ്മൾ താളിച്ചൊഴിക്കാനായിട്ട്. ഇപ്പം മുളക് കണ്ടില്ലേ, അതുപോലെ വെന്ത് വരണം. അപ്പോൾ ഇനി നമുക്ക് പാത്രം വെച്ചിട്ട് ഇതിനെ താളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കടുകിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി ഉലുവയും ഇതൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കടുകിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കടുകിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് വേണം. ഇപ്പം എൻ്റെ കൈവശം ഉണക്കമുളക് തീർന്നു വേണ്ടി ഞാൻ കറിവേപ്പില മാത്രമാണ് ഇടുന്നത്. ഉണക്കമുളകും കറിവേപ്പിലയും കൂടി താളിച്ചതിന് ശേഷം ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് ഏറ്റവും ചെറിയ തീയിലിട്ട് കൊടുക്കണം. ഏറ്റവും ചെറിയ തീയിലിട്ട് കൊടുത്ത് ഇളക്കി ഒന്ന് അതിൻ്റെ ഒരു മണം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതെടുത്തിട്ട് അത് ഇഞ്ചിക്കറിക്ക് ഒഴിച്ച് കൊടുക്കാം. അത്രയും ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നിങ്ങളത് എന്തായാലും വീട്ടിൽ മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ വയറ്റിലെ ഗ്യാസ് പോകാനാണ് മെയിനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇഞ്ചിക്കറി ഓൾറെഡി അറിയാമല്ലോ എല്ലാവർക്കും, ഇഞ്ചിക്കറി ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഇനി ഞാനിതിലേക്കൊരു മുട്ടയും കൂടി വറുത്തെടുക്കുന്നുണ്ട് ബുൾസൈ ഉണ്ടാക്കാൻ. അപ്പോൾ ഉപ്പിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വന്നാൽ ഒരു മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇഞ്ചിക്കറി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കറി കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുട്ട വറുക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ട വറുത്തിട്ട് വരാം.
മുട്ട വറുത്തെടുക്കാം. മറിച്ചിടാൻ പിന്നെ നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് നമുക്ക് ചോറിലോട്ട് എങ്ങനെയാണിത് ആവുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ മുട്ട വറുത്തിട്ട് കഴിക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. എനിക്കിഷ്ടം ഇങ്ങനെ മുട്ട വറുക്കുന്നതാണ്. മറ്റുള്ളവർ എങ്ങനെയാണ് വറുക്കുന്നതെന്നുള്ള കമൻറ്റ് ചോദിക്കുന്നത്. നമ്മളുടെ ബുൾസൈ അവിടെ ശരിയായിട്ടുണ്ട്. നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇഞ്ചിക്കറിനെ. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. അതിൻ്റെ നല്ല ഭംഗിയിലായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. ചോറിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് ചോറ് എടുത്തിട്ട് മുട്ട വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചിക്കറി ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുഴച്ച് കറി കഴിക്കാം. അതിന് മുമ്പ് നിങ്ങളോടെല്ലാവരോടും ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ ഉണ്ടായിരിക്കും എല്ലാവരും.